കാണാതായ തിരുവല്ല ചുമത്ര സ്വദേശി ഹസീനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന ആശ്വാസം നിറഞ്ഞൊരു വാർത്ത കൂടി എത്തുകയാണ്. ചാലക്കുടിയിൽ നിന്നാണ് ഹസീനെ കണ്ടെത്തിയത്. ഈ മാസം 15-നായിരുന്നു ഹസീനെ കാണാതായത്. വിവരങ്ങളുമായി സുജു കൂടി നമ്മളോടൊപ്പം ചേരുന്നു. സുജു, ആശ്വാസം നിറഞ്ഞൊരു വാർത്തയാണ് ഹസീനെ കണ്ടെത്തിയെന്ന വാർത്ത. വലിയ അന്വേഷണങ്ങൾ നടന്നിരുന്നു, വലിയ വാർത്തകളൊക്കെ വന്നിരുന്നു, വലിയ സങ്കടമായിരുന്നു. ഏതായാലും ഇപ്പോൾ ഹസീനെ കണ്ടെത്തിയത് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. ചാലക്കുടിയിൽ നിന്നാണല്ലേ കണ്ടെത്തിയിരിക്കുന്നത്? തീർച്ചയായിട്ടും ചാലക്കുടിയിൽ നിന്നാണ് ഹസീനെ കണ്ടെത്തിയിരിക്കുന്നത്. വലിയ ആശങ്കകളുള്ള ഒരു തിരോധാനം തന്നെയായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഹസീനെ 15-ന് കാണാതാകുമ്പോൾ സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് തിരുവല്ലയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഹസീനെ ഇറങ്ങുന്നതിന് പകരം അങ്കമാലിൽ ഇറങ്ങുകയും അവിടെ വെച്ച് സഹയാത്രികരാണ് ഹസീനെ കാണുകയും പിന്നീട് അത് ബന്ധുക്കളെ വിവരം അറിയിക്കുകയും ഹസീനയ്ക്ക് തിരികെ പോകാനുള്ള ടിക്കറ്റ് എടുത്തു കൊടുക്കുകയും ചെയ്തിരുന്നു. ഹസീന തിരികെ തിരുവല്ലയിലേക്കോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീടായപ്പോ കരുനാഗപ്പള്ളിയിലേക്കോ കൊല്ലം ജില്ല കരുനാഗപ്പള്ളിയിലേക്കോ യാത്ര ചെയ്തില്ല. പിന്നീട് കാണാതാവുകയായിരുന്നു. ഹസീനയ്ക്ക് 2 കൊച്ചു കുട്ടികളുമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഒരാഴ്ചയിലേറെയായി കുടുംബം വലിയ ദുഃഖത്തിലും ഈ കാര്യത്തിൽ ഹസീന അന്വേഷണവുമായിരുന്നു. ഇപ്പോൾ തൃശൂർ ചാലക്കുടിയിൽ നിന്ന് ഇന്നലെ കണ്ടെത്തിയിട്ടാണ് വിവരം പോലീസ് ലഭിക്കുന്നത്. പോലീസ് ഇക്കാര്യം സ്ഥിരീകരണം നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ബന്ധുക്കളും പോലീസും അടക്കമുള്ള സംഘം ഇപ്പോൾ ചാലക്കുടിയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അവിടെ എത്തിയ ശേഷം മാത്രമേ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകത്തുള്ളൂ. എങ്ങനെ ഈ ഒരാഴ്ചക്കാലം ഹസീന എവിടെയാണ് തങ്ങിയത്, എങ്ങനെയാണ് അതിജീവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഹസീന കൈകൾക്ക് ജന്മനാ തന്നെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ട്. കൈകൾക്ക് മാത്രമല്ല ഇപ്പോൾ ചില മരുന്നുകളും കഴിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആശങ്ക ഇരട്ടിയായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആശ്വാസ വാർത്തയാണ് ഹസീനെ തിരികെ കണ്ടെത്തിയെന്നുള്ള വാർത്ത വരുന്നത്. മനു. ശരി, സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒടുവിൽ ഹസീനെ കണ്ടെത്തിയിരിക്കുന്നു. 15-ാം തീയതി മുതലാണ് കാണാതായത്. ഏതായാലും കണ്ടെത്തി എന്നത് ഏറ്റവും ആശ്വാസം നിറഞ്ഞ വാർത്ത തന്നെയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. പ്രേക്ഷകരുടെ മുൻപിലേക്ക് അത് നൽകുകയും ചെയ്യും.